അഭ്യൂഹങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്നു. കണ്ണൂരിൽ അതും പേരാവൂരിൽ കെ ശൈലജ ടീച്ചർ തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന തീരുമാനമായിരിക്കുകയാണ്. ശൈലജ ടീച്ചർ പേരാവൂരിലേക്ക് എത്തുമ്പോൾ പേരാവൂരിന്റെ മത്സരം ചൂടുപിടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങളുമില്ല. പക്ഷേ ഇത്തവണത്തെ വിജയ സാധ്യത എങ്ങനെയായിരിക്കുമെന്ന് എല്ലാവരെയും പോലെ തന്നെ എനിക്കും ഒരു സംശയമുണ്ട്. എന്താവും കണ്ണൂരിന്റെ ഇത്തവണത്തെ രാഷ്ട്രീയം? പ്രശാന്ത്, ഇപ്പോൾ കണ്ണൂർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഒരു വല്ലാത്ത അപജയം പാർട്ടിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈ പയ്യന്നൂർ പാർട്ടി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കുഞ്ചികൃഷ്ണൻ എന്ന് പറയുന്ന അവരുടെ ഒരു മുൻ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം പറയുന്ന വെളിപ്പെടുത്തൽ ശേഷം പാർട്ടി സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നു. എവിടെയൊക്കെ ആരൊക്കെ മത്സരിക്കണമെന്ന് കണ്ണൂർ ഘടകം, അതായത് ജില്ലാ ഘടകം തീരുമാനിച്ചിട്ട് അത് സംസ്ഥാന ഘടകത്തെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കണ്ണൂർ ജില്ലാ ഘടകം തീരുമാനിക്കുമ്പോൾ കെ ശൈലജയ്ക്ക് എന്തുകൊണ്ട് മട്ടന്നൂർ മത്സരിച്ചുകൂടാ, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഈ രണ്ടാം ടൈം വരുമ്പോൾ മട്ടന്നൂർ തരുന്നില്ല, പിന്നെ അവരുടെ ഭാഷയിൽ സഖാവ് പിണറായിക്ക് മത്സരിക്കാമല്ലോ, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ മത്സരിക്കാം, എനിക്ക് എന്തുകൊണ്ട് മട്ടന്നൂർ? അല്ല, സ്വാഭാവികമായും എനിക്കും വന്നൊരു സംശയമാണ്, എന്തുകൊണ്ട് ടീച്ചറുടെ സേഫ് സോൺ ആയിട്ടുള്ള മട്ടന്നൂർ ടീച്ചറിന്റെ സേഫ് സോൺ ആണ്. മട്ടന്നൂർ എന്ന ടീച്ചർ ഷുവർ ഷോട്ട് ആണത്. കാരണം ടീച്ചറിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ടീച്ചറിന് ഒരു ഷുവർ ഷോട്ടുള്ള മട്ടന്നൂരിൽ നിന്ന് എന്തുകൊണ്ട് ടീച്ചറിനെ പേരാവൂര് പോലെ ഒരു 50-50 പോലും അല്ല, ഒരു 70-30 ചാൻസ് മാത്രമുള്ള ഈ പേരാവൂരിലേക്ക് എനിക്ക് തോന്നുന്നു അവിടെ UDF-നാണ് ഒരു 70% വിജയ സാധ്യത, ഒരു 30% മാത്രമാണ് ഇവിടെ ഈ പറയുന്ന ഇടതുപക്ഷത്തിന് വിജയ സാധ്യത ഉള്ള ഒരു ഏരിയ എന്നാണ് എനിക്ക് തോന്നുന്നത്. പേരാവൂരിലേക്ക് എന്തുകൊണ്ട് ടീച്ചറെ മാറ്റിയിരിക്കുന്നു മട്ടന്നൂരിൽ നിന്ന്? നമ്മളിപ്പോൾ G. സുധാകരന്റെ കാര്യം നമ്മൾ കണ്ടു. അവർക്ക് പാർട്ടിക്ക് ഒരു താല്പര്യമില്ലാത്ത ആൾക്കാരെ അവരെല്ലാം തന്നെ അവർ വെട്ടിമാറ്റുന്ന ഒരു സ്വഭാവം കണ്ടു. G. സുധാകരൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനമാണ്. അത് നമ്മൾ രാഷ്ട്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ G. സുധാകരൻ ഒരു പടുകുഴിയിലേക്കാണ് പോയിരിക്കുന്നത്. രാഷ്ട്രീയമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പറയുമല്ലോ, പ്രശാന്തിന് തന്നെ ഓർമ്മയുണ്ട്, ഈ പാർട്ടി കോൺഗ്രസ് തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ പ്രത്യേക പാർട്ടി കോൺഗ്രസ് ഇടയ്ക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ VS-ഉം ഈ പിണറായിയും തമ്മിൽ തർക്കം ഏറ്റവും മൂർച്ഛിച്ചു നിൽക്കുന്ന അവസരത്തിൽ VS ആ സ്പെഷ്യൽ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കില്ല എന്ന് അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നു. അവസാനം അന്ന് ഇദ്ദേഹവും പിണറായി വിജയനും VS-ഉം തമ്മിൽ വളരെ ഉടക്കി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ശംഖുമുഖം കടൽത്തീരത്തിന് മുന്നിൽ നിന്നുകൊണ്ട് VS-നെ ഇരുത്തിക്കൊണ്ട് പിണറായി നടത്തിയൊരു പ്രസംഗമുണ്ട്. ഈ കടലിലെ തിരകൾക്കാണോ തിരയിളക്കം, അതോ ഒരു ബക്കറ്റിലെടുത്ത് വെക്കുന്ന വെള്ളത്തിനാണോ തിരയിളക്കം എന്നൊരു വാചകം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബക്കറ്റിലെടുത്ത് വെക്കുന്ന വെള്ളത്തിനോട് അദ്ദേഹത്തിനെ ഉപമിച്ചു. VS-നെ, അതായത് അണികൾക്കൊപ്പം പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കുമ്പോൾ മാത്രമേ നിങ്ങൾ നേതാവാകുള്ളൂ, അല്ലാത്തപ്പോൾ നിങ്ങൾ നേതാവാകില്ല എന്ന് ഒരു ഉറുദു കവിയുടെ കവിതയെ കോട്ട് ചെയ്തുകൊണ്ട് സഖാവ് പിണറായി സംസാരിച്ചു. അയാൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സംസാരിച്ചു. അതിന് ബദൽ VS പറയുകയും ചെയ്തു. അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന രീതിയിൽ G. സുധാകരൻ എന്ന നേതാവ് ഇത്തരത്തിൽ അദ്ദേഹം എന്തുകൊണ്ട് ഇങ്ങനെ G. സുധാകരൻ അത് പറഞ്ഞു, എങ്ങനെ G. സുധാകരൻ ഈ പാർട്ടിയിൽ നിന്ന്, ആ പ്രസ്ഥാനത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ, ഇത്രയും കാര്യങ്ങൾ വെളിപ്പെടുത്തി മാറി നിൽക്കുമ്പോൾ ഇനി അദ്ദേഹത്തിന് ഇവർ മാറി പോവുകയാണ്. കാര്യം MA ബേബി, ഞാൻ പെട്ടെന്ന് കെ ശൈലജയിൽ നിന്ന് എന്തുകൊണ്ട് സുധാകരനിലേക്ക് പോയി എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് ശൈലജ ഈ പറഞ്ഞ കാര്യം പാർട്ടി പറഞ്ഞു, പേരാവൂരിൽ നിങ്ങൾ മത്സരിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ നിന്നാൽ എന്താ ധർമ്മടത്തിൽ, എനിക്കെന്താ എന്നെ ഇങ്ങനെ രണ്ടായി കാണുന്നത് എന്ത് എന്ന് അവർ സംസ്ഥാന കമ്മിറ്റിയിൽ അവർ ചോദിച്ചു എന്ന വാർത്ത നമ്മളെല്ലാം അറിഞ്ഞതാണ്. എന്നിട്ട് അവർ പേരാവൂരിലേക്ക് പോയി. അപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയത്, ഞാൻ അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നെ വഴി തിരിഞ്ഞു. അതെ. അപ്പോ ഇതില് ഇത് പറയാനുള്ളത്, G. സുധാകരന് പറ്റിയത് ആ പാർട്ടി അംഗമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മരിച്ചതിന് തുല്യമാണ്. നമ്മുടെ വിഷയം സുധാകരന്റെ വിഷയമല്ല. ഇപ്പോൾ നമ്മുടെ വിഷയം കെ ശൈലജയാണ്. ഞാൻ പറയുന്നത് പേരാവൂരിൽ നിന്ന് നമ്മൾ അമ്പലപ്പുഴയിലേക്ക് കിലോമീറ്റർ ഒരുപാട് ദൂരം. നമ്മൾ ചില ഉപമകൾ പറയേണ്ടി വരും, എങ്കിലേ ഈ ചർച്ച പൂർത്തിയാകത്തുള്ളൂ. അപ്പൊ എന്തുകൊണ്ട് കെ ശൈലജ ഇങ്ങനെ അവരിങ്ങനെ മാറിപ്പോകാൻ, അല്ലെങ്കിൽ അവർ അങ്ങനെ അത്തരത്തിൽ ചിന്തിച്ച് അവർ പോകാനായി അവർ പാർട്ടി പറയുന്നു ആ ദൗത്യം ഞാൻ ഏറ്റെടുക്കാമെന്ന് പറയും. അപ്പൊ പ്രശാന്ത് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. പ്രശാന്ത്, അവർ ഇത്തവണ ഫൈറ്റ് ചെയ്യും, പക്ഷെ അവർ ജയിക്കുമെന്ന കാര്യം ഉറപ്പില്ല. മറുവശത്ത് ആരാണെന്നും കൂടെ നോക്കണം. സണ്ണി ജോസഫാണ്. അതെ, അദ്ദേഹം അത്ര മോശപ്പെട്ട സ്ഥാനാർത്ഥിയൊന്നുമല്ല, ശക്തനായ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന് എന്താ പറയുന്നത്, പേരാവൂരിൽ അദ്ദേഹത്തിന് ശക്തമായ വേരോട്ടമുണ്ട്. അദ്ദേഹത്തിന് വോട്ട് ബാങ്കുകൾ തന്നെ ഉള്ള ഒരു വ്യക്തിയാണ്. UDF എന്താണെങ്കിലും അതും കെ ശൈലജ ടീച്ചറെ പോലെ ഒരു വ്യക്തിയെ നിർത്തുമ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് പൂർത്തിയായില്ല ചേട്ടാ. കെ ശൈലജ ടീച്ചറെ പോലൊരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ UDF എന്താണെങ്കിലും തങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഒരിക്കലും ഒരു മോശക്കാരനായിട്ടൊരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തില്ല. അവർ ഓൾറെഡി ഫിക്സ് ആണ്. സണ്ണി ജോസഫ് അല്ല, ഞാൻ പറഞ്ഞതാണ്, സണ്ണി ജോസഫിന് എന്താ പറയുക ഫൈറ്റ് ചെയ്ത് നിൽക്കാം എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ. അപ്പം ഇത്തവണ
ഇടതുപക്ഷം നന്നായി വിയർക്കും എന്നാണ് ചേട്ടൻ പറഞ്ഞു അല്ല വരുന്നത്. സാർ, ഇടതുപക്ഷം വേർക്കുക എന്ന് പറഞ്ഞാൽ ഒരു തവണ ഈ പേരാവൂർ തന്നെ ശൈലജ ജയിച്ചിട്ടുണ്ട്. പക്ഷെ അന്നത്തെ വോട്ടിംഗ് പാറ്റേൺ അല്ല ഇന്നത്തെ വോട്ടിംഗ് പാറ്റേൺ. ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. മുൻപ് ഈ പറയുന്ന പേരാവൂർ ടീച്ചർ നിന്ന് ജയിച്ചിട്ടുണ്ട്. അന്നത്തെ ഒരു കാലാവസ്ഥയല്ല ഇന്നത്തേന്ന് ചേട്ടൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇത്തവണ ശക്തമായ ഇടതുപക്ഷ വിരോധം ഓരോ ജനങ്ങളിലും ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് കെ ശൈലജ ടീച്ചറിനെ പോലെ ഒരു ശക്തയായ സ്ഥാനാർത്ഥിയെ പേരാവൂര് പോലൊരു മണ്ഡലത്തിലേക്ക്, അതും സണ്ണി ജോസഫിനെ പോലെ തന്നെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിക്ക് എതിരായിട്ട് കൊണ്ട് ഇടതുപക്ഷം നിർത്തിയിരിക്കുന്നത്. ചേട്ടൻ അറിയാം 50-50. ഞാൻ മുൻപ് പറഞ്ഞിരുന്നു 50-50 പോലും അല്ല, 70-30 ആണ്. ആ 70-30 തന്നെ ആ പറയുന്ന 30 പോലും നമുക്കൊരു വിശ്വാസമാണ്. വിശ്വാസങ്ങൾ എപ്പോഴും വിജയിക്കണമെന്നില്ല. ചില വിശ്വാസങ്ങൾ തെറ്റിപ്പോകുന്ന അവസരങ്ങളുണ്ട്. ഈ 30 എന്ന് പറയുന്നത് ചിലപ്പോൾ 20 ആവാം, 10 ആവാം. എന്താണെങ്കിലും മട്ടന്നൂർ അങ്ങനല്ല. മട്ടന്നൂർ ആണെന്നുണ്ടെങ്കിൽ ടീച്ചറിനെ അറിയാവുന്നതാണ്, ടീച്ചറിന്റെ നാടാണ്, ടീച്ചറിന്റെ മണ്ണാണ്. അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചർ ഷുവർ ഷോട്ടായിരുന്നു. പക്ഷെ ഈ പറയുന്ന ഇപ്പോഴത്തെ ഓരോ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ നിർത്തുന്നതിലുള്ള ഓരോ പ്രശ്നങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ തന്നെ മുൻപ് പറഞ്ഞ കാര്യങ്ങളാണ്. ഇതിപ്പം എന്താ പറയുന്ന, ഓരോ സ്ഥാനാർത്ഥിയും ജയിക്കേണ്ട സ്ഥലത്ത് നിർത്താതെ അവരെ കൊണ്ടുപോയി ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തുക. ഈ പറയുന്ന ജയസാധ്യതയുള്ള പ്രദേശത്ത് മറ്റാരെങ്കിലും കൊണ്ട് നിർത്തുക. ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ജയിക്കേണ്ട ചാൻസുകൾ, അതായത് ഇത്തവണ അധികാരത്തിൽ കയറുമെന്നല്ല, ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷമായിട്ടെങ്കിലും നിൽക്കേണ്ട ഒരു സ്ഥാനത്ത് ഭൂരിപക്ഷം തീരെ താഴ്ന്നു പോകുകയായിട്ടുണ്ട് ഇതുപോലെ സ്ഥാനാർത്ഥികളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെച്ചുള്ള ഒരു കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും CPM-നെ സംബന്ധിച്ച് അവർ ഈസി വാക്ക് ഓവർ, അവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് മൂന്നാമതും പിണറായി അല്ലെ, മൂന്നാമതും പിണറായി 3.0 ഉറപ്പിക്കുമ്പോൾ ഈ പാർട്ടിക്ക് ഓരോ ജില്ലയിലും ഓരോ കുരിശും ഉണ്ടായിക്കൊണ്ടുവരികയാണ്. പാലക്കാട് PK ശശി, ആലപ്പുഴയിൽ പോയല്ലോ. പോട്ടെ, പാലക്കാട് ആ മണ്ഡലത്തെ ബാധിക്കില്ല നിങ്ങൾ കരുതുന്നുണ്ടോ? അത് ബാധിക്കുമെന്നുള്ള കാര്യമല്ല സംസാരിക്കുന്നത്. ബാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പൊ സുധാകരൻ അമ്പലപ്പുഴ, അതും ആലപ്പുഴയെ ബാധിക്കും. അതെ അല്ലെ. അപ്പോ ഇത്തരത്തിൽ CPM-ന് കണ്ണൂർ ജില്ലയിൽ ധർമ്മടത്ത് പിണറായി വിജയൻ മത്സരിക്കുമ്പോൾ ധർമ്മടത്ത് തന്നെയുള്ള പാർട്ടി സഖാക്കൾ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ധർമ്മടത്ത് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടാണ് അദ്ദേഹം വീണ്ടും മത്സരിക്കാൻ പോകുന്നത്? ധർമ്മടത്ത് ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു, ആ ധർമ്മടം എന്ന് പറയുന്ന സ്ഥലത്ത് എന്തെങ്കിലും വികസനം അദ്ദേഹം ചെയ്തു? അത് ഓൾറെഡി നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. ജീവഭയം കൊണ്ട് വോട്ട് ചെയ്യുന്ന ആളുകളാണ് ധർമ്മടത്തുള്ളത്. എന്തുകൊണ്ട് പിണറായി ധർമ്മടം വിട്ട് പുറത്തേക്ക് വരുന്നില്ല എന്നൊരു ചോദ്യം കൂടെ നമ്മൾ ഈ വിഷയത്തിന്റെ ഒരു ഇതിലേക്ക് വരുമ്പോൾ കെ ശൈലജയെ CPM-ന്റെ കണ്ണൂർ ഘടകത്തിന് താല്പര്യമില്ല, വിശിഷ്യ പിണറായി വിജയന് താല്പര്യമില്ല. അപ്പൊ ഇവിടെ മറ്റൊന്നുകൂടെ നമ്മൾ പറയേണ്ടി വരും. ഒരു കെ ശൈലജ മാത്രമല്ല ആ പാർട്ടി ഒതുക്കുന്നത്, കെ ശൈലജ മാത്രമല്ല. എവിടെ പി ജയരാജൻ എന്താ മത്സരിക്കാൻ പാടില്ലേ? പി ജയരാജൻ എന്താ മത്സരിക്കാൻ? 70 വയസ്സ് നിയമത്തിൽ പെട്ടു പോവുകയല്ല. എന്ത് നിയമത്തിന്റെ യോഗ്യതയാണല്ലോ ഇവർക്കൊക്കെ? എന്താ ഈ പിണറായി വിജയനൊക്കെ എന്താ 2ാം ടൈം 3ാം ടൈം? പ്രശാന്ത് നിങ്ങൾ എഴുതി വെച്ചോ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് മത്സരിച്ച് ജയിക്കുകയും ഈ പാർട്ടി ഭരണത്തിലേക്ക് വരാതിരിക്കുകയും ചെയ്യുമ്പോൾ പിണറായി വിജയൻ ഒരു പ്രതിപക്ഷ നേതാവായി നിയമസഭയിൽ ഉണ്ടാകില്ല. നിയമസഭയിൽ മറ്റാരെങ്കിലും ആയിരിക്കും LDF-ന്റെ പ്രതിപക്ഷ നേതാവാകുന്നത്. അതാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത. ധർമ്മടം അദ്ദേഹം ജയിക്കും എന്നുള്ള കാര്യം ആർക്കും അറിയാം. നിങ്ങൾ പറഞ്ഞ പോലെ ധർമ്മടം ജയിക്കും. ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് അദ്ദേഹം ജയിക്കും.